ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ ജരാസന്ധ മോക്ഷമാണ് നാം ചിന്തിക്കാൻ തുടങ്ങിയത്. ഭഗവാനും ഭീമസേനനും അർജുനും ബ്രാഹ്മണ വേഷത്തിൽ ജരാസന്ധനെ കാണാനെത്തി ദാനം ആവശ്യപ്പെട്ടു. തുടക്കത്തിൽ തന്നെ ജരാസന്ധന് ഇവരെ സംശയം തോന്നി. യഥാർത്ഥ ബ്രാഹ്മണരല്ല ഇവരെന്ന് സ്വയം നിഗമനത്തിൽ എത്തി കണ്ടെത്തുകയും ചെയ്തു. എങ്കിലും അത് വെളിപ്പെടുത്താനൊന്നും തയ്യാറായില്ല. പക്ഷേ അവരുടെ സംസാരത്തിൽ നിന്നും അവരുടെ നടപ്പിലും എടുപ്പിലും എല്ലാം ബ്രാഹ്മണനല്ല എന്ന് ഉറപ്പിച്ച ജരാസന്ധനോട് ശ്രീകൃഷ്ണൻ സത്യം പറഞ്ഞു. മറ നീക്കി യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയപ്പോൾ രാജാ ജരാസന്ധൻ അത്യുച്ചത്തിൽ പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത്. കാരണം ചില സത്യങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന, മനസാക്ഷി പറഞ്ഞു തരുന്ന ചില സത്യങ്ങൾ പുറത്ത് നിന്ന് അറിയുമ്പോൾ അതാണ് യഥാർത്ഥ അനുഭവയോഗ്യം എന്ന് പറയുമ്പോൾ. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടാകണമെങ്കിൽ തന്നെ ഞാൻ പറയുന്ന വിഷയവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ എപ്പോഴെങ്കിലും അനുഭവയോഗ്യമായിട്ടുള്ള കാര്യം പറയുമ്പോൾ, ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും അതേപ്പറ്റി നിങ്ങൾ ചിന്തിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് തോന്നുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആനന്ദമുണ്ടാകും. അപ്പോൾ ഇവിടെ ജരാസന്ധൻ ഇവർ വന്നവരെ യഥാർത്ഥ ബ്രാഹ്മണരല്ല എന്ന് മനസ്സിലാക്കി. ഇവർ ക്ഷത്രിയന്റെ എല്ലാവിധ വീരശൂര പരാക്രമവും ശബ്ദത്തിൽ നിന്ന് പോലും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പോൾ ശ്രീകൃഷ്ണൻ സത്യം മറച്ചു വെക്കാതെ അത് വെളിപ്പെടുത്തിയപ്പോൾ ജരാസന്ധന് അത്യുച്ചത്തിൽ പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത്. കാരണം എന്താ? കടുത്ത രോഷത്തോടെ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു, വിഡ്ഢികളെ, നിങ്ങൾക്ക് എന്നോട് യുദ്ധം ചെയ്യണമെങ്കിൽ അത് ഈ നിമിഷം തന്നെ ഞാനത് അനുവദിച്ചിരിക്കുന്നു. അതാണല്ലോ ദാനം ചെയ്തത്. ദാനം ആവശ്യപ്പെട്ടതും അങ്ങയോട് ഞങ്ങളിൽ ഒരാളോട് യുദ്ധം ചെയ്യണം. അതാണ് ദാനമായിട്ട് ആവശ്യപ്പെട്ടത്. എന്തും ദാനം ചോദിക്കാം. അപ്പം ആ ഭഗവാനോട് വരം ചോദിക്കുന്നത് തന്നെ, ഭഗവാനെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചോളാനാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതേ രീതിയിൽ തന്നെയാണ് നമ്മളൊരാളെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ അവരോട് എന്തും ചോദിക്കാവുന്നതും ചോദിക്കുന്നതൊക്കെ സാധിപ്പിച്ച് തരാനുള്ള ഒരു ആനന്ദവും ഇല്ലേ, മനസ്സുകൊണ്ട് സന്തോഷവും നമ്മൾ ചോദിക്കുന്നത് തരാൻ ഉള്ളവർക്കുണ്ടാകണം. അതാണ് എന്തു തന്നെ ആയാലും. നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സംസാരിക്കുകയും അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളെ പറ്റി സംസാരിക്കുകയും അവരെ പ്രശംസിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ നമ്മൾ പ്രസാദിക്കും, നമ്മൾ ചോദിക്കുന്ന തരും. ഈശ്വരന്മാരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അതേ സ്വഭാവം തന്നെയാണ് നമുക്ക് മനുഷ്യർക്കും കിട്ടിയിട്ടുള്ളത്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. നമ്മളെ അവഗണിക്കുന്നവർ നമ്മളും അവഗണിക്കുക തന്നെ ചെയ്യുക. നമ്മളെ പരിഗണിക്കുന്നവരെ നമ്മൾ പരിഗണിക്കാറുള്ളൂ. ഇത് പ്രത്യക്ഷത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് എത്ര തന്നെ ഭക്തിയുള്ളവരും ഭക്തി ഇല്ലാത്തവരുടെ ഒക്കെ ഗതി ഇത് തന്നെയാണ്. സ്വഭാവത്തിൽ കോമൺ ആയിട്ട് ചില സ്വഭാവങ്ങളൊക്കെ നമുക്ക് ഈശ്വരനിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടെന്നർത്ഥം. അത് ഈശ്വരവാദി ആയിക്കോട്ടെ, നിരീശ്വരവാദി ആയിക്കോട്ടെ, യുക്തിവാദി ആയിക്കോട്ടെ, ഭക്തിവാദി ആയിക്കോട്ടെ, അവരുടെ എല്ലാം കോമൺ ആയിട്ട് ഈശ്വരന്റെ കുറേയൊക്കെ സ്വഭാവം ആ സഹയജ്ഞ ഭാവനയോടെ പ്രവർത്തിക്കാനുള്ള ക്ഷമതയൊക്കെ, ഇല്ലെങ്കിൽ അതിനുള്ള ആ ഒരു ഭാവനയൊക്കെ ഈശ്വരനിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. എല്ലാവിധ ഭാവങ്ങളും എന്നിൽ തന്നെയാണ് പ്രകടമാകുന്നത് എന്ന് ഭഗവാൻ ഗീതയിൽ വ്യക്തമാക്കി തരുന്നുണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ജരാസന്ധൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും വലിയ ശത്രു ആണെങ്കിൽ പോലും ശ്രീകൃഷ്ണൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത്, ഇല്ലെങ്കിൽ അവരെന്താണോ ഉദ്ദേശിച്ച് വന്നത്, അതേപ്പറ്റി ഏകദേശം 50% ഒക്കെ ജരാസന്ധന്റെ മനസ്സിലും തെളിഞ്ഞത് തന്നെയാണ്. ഇവര് സാധാരണ ബ്രാഹ്മണന്റെ വേഷം കെട്ടി വന്നവരാണെന്നുള്ള നിഗമനത്തിൽ എത്തി നിൽക്കുന്ന ജരാസന്ധനോട് ശ്രീകൃഷ്ണൻ സത്യം പറഞ്ഞപ്പോൾ അവിടെ പൊട്ടിച്ചിരിക്കാനാ തോന്നി. എന്ന് മാത്രമല്ല, ഇവരോട് പറഞ്ഞു, വിഡ്ഢികളെ, എന്നെ നിങ്ങൾ വിഡ്ഢിയാക്കാൻ ശ്രമിച്ചു, പക്ഷെ നിങ്ങളാണ് വിഡ്ഢിയായത് എന്ന അർത്ഥത്തിലാണ് ആ ചിരി.
എന്നാൽ ഇവരിൽ ആരോടെങ്കിലും യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ 3 പേരോടും ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറില്ല. അതിൻ്റെ കാരണം കൂടെ വെളിപ്പെടുന്നു. കാരണം 17ഓളം പ്രാവശ്യം ശ്രീകൃഷ്ണൻ സൈന്യമായിട്ട് വന്നിട്ടും ജരാസന്ധനെ പരാജയപ്പെടുത്താൻ സാധിക്കാതെ വെറുതെ വിടുക, യുദ്ധം അവസാനിച്ചില്ല. 18ാമത്തെ പ്രാവശ്യം ശ്രീകൃഷ്ണൻ ശരിക്കും പറഞ്ഞാൽ ജരാസന്ധൻ്റെ അവസ്ഥയെ മനസ്സിലാക്കിയിട്ട് തൽക്കാലത്തേക്ക് മധുരയിലുള്ള നിവാസികളെ മുഴുവൻ ദ്വാരകയിലേക്ക് മാറ്റുക ചെയ്തത്. പുതിയൊരു സൗധവും രാജ്യവും ഒക്കെ നിർമ്മിച്ച് അവരെ മുഴുവൻ അങ്ങോട്ട് മാറ്റുക ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ പേടിച്ചോടുന്ന പോലെയാണ് മുചുകുന്ദന് മോഷം കൊടുക്കാനൊക്കെ ഓടിയതൊക്കെ. അപ്പോൾ ആ കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഉണ്ടായ ഒരാളോട് പേടിച്ച് എന്നെ വിട്ടുപോയ ആള്, ദേശം തന്നെ വിട്ടുപോയ ആളോട് ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറില്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണനെയും ഒഴിവാക്കി. പിന്നെ പ്രായത്തിൽ കുറവായിരിക്കുന്ന അർജുനനോട് ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു. പിന്നെ ആകെ ഉള്ളതാരാ? ഭീമന. എന്നാൽ ഭീമൻ എന്നോട് യുദ്ധം ചെയ്യാൻ പറ്റിയ ഒരു എതിരാളിയാണെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും പറഞ്ഞ് അടുത്ത നിമിഷത്തിൽ തന്നെ അത്യന്തം ഭാരമുള്ള ഒരു ഗദ ജരാസന്ധൻ ഭീമന് നൽകി. ഒരെണ്ണം അയാളും കയ്യിലെടുത്തു. ഉടൻ തന്നെ അവർ യുദ്ധത്തിനായിക്കൊണ്ട് നഗരപ്രകാരത്തിന് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഭീമസേനും ജരാസന്ധനും തമ്മിൽ അതികഠിനമായ യുദ്ധം തുടങ്ങി. അശ്വനീപാദം പോലെ ശക്തിയുള്ള ഗദ കൊണ്ട് സമരാസക്തരായിരിക്കുന്ന അവർ പരസ്പരം കഠിനമായിട്ട് പ്രഹരം തുടങ്ങി. ഇരുവരും ഗദായുദ്ധത്തിൽ പ്രവീണന്മാരായിരുന്നു. അവരുടെ ഏറ്റുമുട്ടൽ നാടകവേദിയിൽ 2 നാട്യകലാകാരന്മാർ നൃത്തം നടത്തുകയാണോ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ അതിമനോഹരമായിരുന്നു. ജരാസന്ധന്റെയും ഭീമസേന്റെയും ഗദകൾ ഉച്ചത്തിൽ കൂട്ടിമുട്ടിയപ്പോൾ പരസ്പരം ഏറ്റുമുട്ടുന്ന 2 ആനകളുടെ കൊമ്പുകൾ കൂട്ടിമുട്ടുന്നത് പോലെയാണ് മിന്നിമറയുന്ന വൈദ്യുത ആഘാത വേഗത്തെ പോലെ അശ്വനീപാദം പോലെയുള്ള ശബ്ദമാണ് അവിടെ കേട്ടത്. തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ അഗ്നിപാതം ചൊരിയുന്നു, അതായത് തീ കത്തുന്നതായിട്ട് എല്ലാവരും കണ്ടു. അത്ര ശക്തമായിട്ടാണ് അത് തമ്മിൽ ഘർഷണം നടത്തിയത് എന്നർത്ഥം. എന്ന് മാത്രമല്ല, തോട്ടത്തിൽ വെച്ച് ആനകൾ ഏറ്റുമുട്ടുമ്പോൾ അവ കരിമ്പിൻ തണ്ടുകൾ ഒടിച്ചെടുത്ത് തുമ്പിക്കൈയിൽ മുറുകെ പിടിച്ച് പരസ്പരം അടിക്കും. ഇരുവരും ശത്രുവിന്റെ തോളിലും കൈത്തണ്ടയിലും തോളിലും മാറത്തും തുടയിലും അരക്കെട്ടിലും തരം പോലെ മാറി മാറി അടിക്കുന്നതിനാൽ കരിമ്പിൻ തണ്ടുകൾ തകർന്ന് പോകും. ഇതുപോലെ ജരാസന്ധനും ഭീമനും ഉപയോഗിച്ചിരുന്ന ഗദകൾ മുഴുവൻ തകർന്നു പോയി. ഇവർ രണ്ടുപേരും ഉപയോഗിച്ചിരുന്ന ഗദ തന്നെ തല്ലി തകർന്ന അവസ്ഥയിലായി, മുഴുവൻ തകർന്നു പോയി. അതിനാൽ പ്രതിയോഗികൾ ഇരുവരും അവരുടെ ബലിഷ്ഠമായ മുഷ്ടി കൊണ്ട് യുദ്ധം തുടങ്ങി. പിന്നെ മുഷ്ടിയുദ്ധം ഇടിമുഴക്കത്തിന്റെയും ഇരുമ്പ് തെണ്ണുകൾ കൂട്ടിമുട്ടുന്നതിന്റെയും ശബ്ദത്തിന് സമാനമായിരുന്നു അവരുടെ മുഷ്ടിപ്രകരത്തിന്റെ ശബ്ദം. അവരെ കണ്ടാൽ പരസ്പരം ഏറ്റുമുട്ടുന്ന 2 ആനകളാണെന്ന് തോന്നിപ്പോകും. എങ്കിലും നിർഭാഗ്യവശാൽ ആർക്കും എതിരാളിയെ തോൽപ്പിക്കാനായില്ല. 2 പേരും ഒരുപോലെ യുദ്ധവിദഗ്ധരായിരുന്നു. മല്ലയുദ്ധത്തിൽ വീരശൂര പരാക്രമികളും. ഇരുവരും തുല്യ ബലവാന്മാരുമായിരുന്നു. യുദ്ധതന്ത്രങ്ങളും സമാനമായിരുന്നു. നിരന്തരമായിട്ട് പരസ്പരം പ്രഹരിച്ചെങ്കിലും ജരാസന്ധനും ഭീമസേനും പരാജയപ്പെട്ടില്ല, തളർന്നതുമില്ല. ഒരു പകലത്തെ യുദ്ധത്തിന് ശേഷം ഇരുവരും സുഹൃത്തുക്കളെ പോലെ ജരാസന്ധന്റെ കൊട്ടാരത്തിൽ രാത്രി കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം അവർ വീണ്ടും ഏറ്റുമുട്ടി. ഇപ്രകാരം 27 ദിവസം യുദ്ധം തുടർന്നു. ഇങ്ങനെ നീണ്ടു നിന്ന യുദ്ധം 1-2 ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു യുദ്ധമല്ല, ഒരു നിമിഷം കൊണ്ട് സാധിക്കുന്നതായിരുന്നില്ല. ഏകദേശം 27 ദിവസം ഇത്തരത്തിൽ വൈകുന്നേരം ആകുമ്പോൾ നിർത്തും. പിന്നെ ജരാസന്ധന്റെ കൊട്ടാരത്തിൽ തന്നെ വിശ്രമിക്കും. പിറ്റേ ദിവസം അതേ സമയത്ത് തന്നെ രാവിലെ വീണ്ടും യുദ്ധം തുടങ്ങും. ഇങ്ങനെ 27 ദിവസം പിന്നിട്ടു. ആരും ജയിക്കുന്ന ലക്ഷണവുമില്ല, ആരും പരാജയപ്പെടുന്നുമില്ല. 28ാമത്തെ ദിവസം ഭീമസേനൻ കൃഷ്ണനോട് പറഞ്ഞു, പ്രിയപ്പെട്ട കൃഷ്ണ, ജരാസന്ധനെ കീഴടക്കാൻ എനിക്കാവില്ലെന്ന് ഞാൻ തുറന്നു സമ്മതിക്കുന്നു. എന്നാൽ ജരാസന്ധന്റെ ജനരഹസ്യം മുഴുവൻ ഭഗവാൻ കൃഷ്ണൻ അറിയാമായിരുന്നു. 2 വ്യത്യസ്ത ഭാഗങ്ങൾ 2 അമ്മമാർ പ്രസവിച്ചുണ്ടായതായിരുന്നു ജരാസന്ധൻ. ഈ ശിശു ഉപയോഗശൂന്യനാണെന്ന് കണ്ട് അതിൻ്റെ പിതാവ് ആ 2 ഭാഗങ്ങളും കാട്ടിൽ എറിഞ്ഞു കളഞ്ഞു. കുറെ നാൾ കഴിഞ്ഞ് ജര എന്ന കന്മഷഹൃദയായിരിക്കുന്ന ഒരു ദുർമന്ത്രവാദിനി അവ കണ്ടെത്തി. അടി മുതൽ മുടി വരെ ശിശുവിന്റെ 2 അംശങ്ങളും കൂട്ടിച്ചേർക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇതറിഞ്ഞ ഭഗവാൻ കൃഷ്ണൻ
അയാളെ വധിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ജരാസന്ധനെ ജീവിപ്പിച്ചത് അവന്റെ ശരീരത്തിന്റെ 2 ഭാഗങ്ങളും കൂട്ടിച്ചേർത്താകയാൽ ആ 2 ഭാഗവും പരശരീരത്തിന്റെ ഇരുഭാഗവും കൂട്ടിച്ചേർത്തത് ആകയാൽ ആ 2 ഭാഗവും പരസ്പരം വേർപെടുത്തി അവനെ വധിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഭീമസേനോട് സൂചന നൽകി. ഇപ്രകാരം ഭഗവാൻ കൃഷ്ണൻ തന്റെ ശക്തി ഭീമസേനന്റെ ശരീരത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അതായത് ഭീമസേനന് ജരാസന്ധനോ പരസ്പരം പരാജയപ്പെടുത്താനോ യുദ്ധത്തിൽ ആർക്കും ജയിക്കാനും സാധ്യമല്ല. 27 ദിവസം യുദ്ധം ചെയ്തിട്ടും ജയപരാജയങ്ങൾ തിരിച്ചറിയാൻ പറ്റാതിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് 28ാമത്തെ ദിവസം ഭീമസേന കൃഷ്ണന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട കൃഷ്ണ, ഈ ജരാസന്ധനെ കീഴടക്കാൻ എനിക്കാവില്ലെന്ന് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. എന്നാൽ ജരാസന്ധന്റെ ജനരഹസ്യം മുഴുവൻ അറിയാമായിരുന്ന കൃഷ്ണൻ, ജരാസന്ധന്റെ പ്രത്യേകത എന്താ? 2 ശരീരങ്ങളാണ്. അത് പകുതിയായിട്ടാണ് 2 സ്ത്രീകളാണ് പ്രസവിച്ചത്. ഇത് രണ്ടും പ്രയോജനപ്പെടുന്നില്ല എന്ന് കണ്ട് ജരാസന്ധന്റെ പിതാവ് ഈ 2 ശരീരഭാഗങ്ങളും വലിച്ചെറിഞ്ഞു. എന്നാൽ ഈ ശിശു ഉപയോഗശൂന്യമാണെന്ന് കണ്ട് അതിന്റെ പിതാവ് 2 ഭാഗങ്ങളും കാട്ടിൽ എറിഞ്ഞു കളയുകയായി ചെയ്തു. കുറെ നാൾ അങ്ങനെ കിടന്നു. പിന്നെ ജര എന്ന് കന്മഷഹൃതിയായിരിക്കുന്ന ഒരു ദുർമന്ത്രവാദിനി അവ കണ്ടെത്താനിട വന്നു. അടിമുതൽ മുടി വരെ ശിശുവിന്റെ 2 അംശങ്ങളും കൂട്ടിച്ചേർക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു. ഇതറിഞ്ഞ ഭഗവാൻ കൃഷ്ണൻ അയാളെ വധിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കി. ജരാസന്ധനെ ജീവിപ്പിച്ചത് അവന്റെ ശരീരത്തിന്റെ ഇരുഭാഗങ്ങളും കൂട്ടിച്ചേർത്താകയാൽ ആ 2 ഭാഗവും പരസ്പരം വേർപെടുത്തി അവനെ വധിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഭീമസേനോട് സൂചന നൽകി. ഇപ്രകാരം ഭഗവാൻ കൃഷ്ണൻ തന്റെ ശക്തി ഭീമസേനന്റെ ശരീരത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പം ഭീമസേനാണെങ്കിലും ഈ ശരീരം 2 ശരീരങ്ങള്, അതായത് പകുതി ശരീരം കൂട്ടിച്ചേർത്തുണ്ടായത് കൊണ്ട് ഇതിനെ നശിപ്പിക്കണമെങ്കിലും വേർപെടുത്തണം, 2 ശരീരത്തിന്റെ ഭാഗങ്ങളെ വേർപെടുത്തണം എന്ന് പറഞ്ഞു. എങ്കിൽ മാത്രമേ ജരാസന്ധനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഭീമസേനന്റെ മാത്രം ശക്തി കൊണ്ടും സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ഭഗവാന്റെ ശക്തിയുടെ ഭാഗവും കൂടെ ഭീമസേനിലേക്ക് 28ാമത്തെ ദിവസം പ്രദാനം ചെയ്തു. ഇപ്രകാരം ഭഗവാൻ കൃഷ്ണൻ തന്റെ ശക്തി ഭീമസേനന്റെ ശരീരത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ജരാസന്ധനെ വധിക്കാനുള്ള ഉപായം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ ഒരു മരച്ചില്ല ഒടിച്ചെടുത്ത് അത് നെടുകെ 2ആയി കീറി ഇപ്രകാരം ജരാസന്ധനെ വധിക്കേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹം ഭീമസേനന് സൂചന കൊടുത്തു. അതായത് ഒരു ഈർക്കിലി എടുത്തിട്ട് കീറിയിട്ട് ഒരറ്റം ഇടത്തോട്ടും അറ്റം വലത്തോട്ടും വലിച്ചെറിയും. ഇടത്തെ അറ്റം വലത്തോട്ടും വലത്തെ അറ്റം ഇടത്തോട്ടും വലിച്ചെറിഞ്ഞാൽ മാത്രമേ ജരാസന്ധനെ വധിക്കാൻ സാധിക്കൂവെന്ന് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷത്തിൽ ഒരു കമ്പെടുത്തിട്ട് അത് കീറി വലിച്ചെറിഞ്ഞ് കാണിച്ചു കൊടുത്തു. അതിനുള്ള ശക്തിയും ഭീമസേനന് പകർന്നു നൽകുകയും ചെയ്തു. ഇപ്രകാരം ജരാസന്ധനെ വധിക്കേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹം പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുത്തു. പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ സർവശക്തനാണ്. അദ്ദേഹത്തിന് ആരെയെങ്കിലും വധിക്കണമെന്നുണ്ടെങ്കിൽ ആർക്കും അവനെ രക്ഷിക്കാനാവില്ല. അദ്ദേഹം രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനെ ആർക്കും വധിക്കാനും കഴിയില്ല. ഇതാണ് ഏറ്റവും വലിയ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന അനുഗ്രഹം. ലഭിച്ചാലോ അവനെ ശിക്ഷിക്കാനോ അവനെ ഭഗവാനിൽ നിന്ന് അകറ്റാനോ ആർക്കും സാധ്യമല്ല. എന്നാൽ ഭഗവാൻ ഒരാളെ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ എന്തൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അവനെ രക്ഷിക്കാനും ആർക്കും സാധ്യവുമല്ല. അതുകൊണ്ട് അദ്ദേഹം രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനെ ആർക്കും വധിക്കാനും കഴിയുകയില്ല. ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് കിട്ടിയ അറിവനുസരിച്ച് ഒട്ടും വൈകാതെ ഭീമസേനൻ ജരാസന്ധന്റെ കാലുകളിൽ കടന്നു പിടിച്ചു അയാളെ തറയിൽ വീഴ്ത്തി. ജരാസന്ധൻ തറയിൽ വീണയുടനെ ഭീമസേനൻ ജരാസന്ധന്റെ ഒരു കാലിൽ അമർത്തി പിടിച്ചുകൊണ്ട് 2 കൈകളും ഉപയോഗിച്ചു മറ്റേ കാലിൽ പിടികൂടി. ഇത്തരത്തിൽ ജരാസന്ധന്റെ ശരീരം ഗുദം മുതൽ ശിരസ് വരെ ഭീമൻ 2ആയി കീറി. ആന മരത്തിന്റെ ശാഖ ചീന്തിയെടുക്കുന്നത് പോലെ ഭീമസേനൻ ജരാസന്ധന്റെ ശരീരം 2ആയി വേർപെടുത്തി. ഓരോ പകുതിയിലും ഒരു കാല്, ഒരു തുട, ഒരു വൃഷ്ണം, ഒരു മുല, പകുതി നട്ടല്, പകുതി മാറിടം, ഒരു തോളല്, ഒരു കയ്യ്,
ഒരു കണ്ണ്, ഒരു ചെവി, പകുതി മുഖം എന്നീ രൂപത്തിൽ ജരാസന്ധന്റെ ശരീരം 2 പകുതികളായിട്ട് വിഭജിച്ചിരുന്നതുകൊണ്ട് തൊട്ടടുത്ത നിന്ന് പ്രേക്ഷകർ കണ്ടു. ജരാസന്ധന്റെ മരണവാർത്ത ഇതെടുത്തിട്ട് തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് 2 ഭാഗവും വലിച്ചെറിഞ്ഞത്. അതിവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല എങ്കിൽ തന്നെ അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ജരാസന്ധന്റെ മരണവാർത്ത പ്രഖ്യാപിച്ചപ്പോൾ മഗധയിലെ പൗരജനങ്ങൾ അയ്യോ അയ്യോ എന്ന് മുറവിളി കൂട്ടി. ആ സമയത്ത് അർജുനനും കൃഷ്ണനും ഭീമസേനനെ വാരിപ്പുറന്ന് അനുമോദിച്ചു. ജരാസന്ധൻ വധിക്കപ്പെട്ടെങ്കിലും കൃഷ്ണനോ പാണ്ഡവ സഹോദരന്മാരോ സിംഹാസനത്തിന് അവകാശം ഉന്നയിച്ചില്ല. ലോകസമാധാനം സ്ഥാപിക്കുന്നതിന് എതിരെ അയാൾ സൃഷ്ടിച്ചിരുന്ന കുഴപ്പങ്ങൾക്ക് അറുതി വരുത്തുക എന്നതായിരുന്നു ജരാസന്ധ വധത്തിലെ അവരുടെ ലക്ഷ്യം. സദാ ലോകസമാധാനം നിലനിർത്താൻ യത്നിക്കുന്ന ധാർമ്മികർക്ക് സംരക്ഷണം നൽകുകയും സമാധാന സ്ഥിതിയെ അലങ്കോലപ്പെടുത്തുന്ന അസുരന്മാരെ നിഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് ഭഗവാൻ കൃഷ്ണന്റെ ദൗത്യം തന്നെ. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം എന്ന് ഗീതയിൽ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പിതാവിന്റെ സ്ഥാനം കൈക്കൊണ്ടുകൊണ്ട് സമാധാനപൂർവ്വം രാജ്യം ഭരിക്കാൻ അയാളോട് മകനോട് ആവശ്യപ്പെട്ടു. അതായത് കൃഷ്ണൻ തന്നെ ജരാസന്ധന്റെ പുത്രനായ സഹദേവനെ വിളിച്ചു വരുത്തി അനുഷ്ഠാന ചടങ്ങുകളോടെ പിതാവിന്റെ സ്ഥാനം സമാധാനപൂർവ്വം രാജ്യം ഭരിക്കാൻ അയാളോട് ആവശ്യപ്പെട്ടു. പ്രപഞ്ചത്തിന്റെ മുഴുവൻ അതിനായകനാണ് ഭഗവാൻ കൃഷ്ണൻ. എല്ലാവരെയും സമാധാനത്തോടെ ജീവിക്കാനും കൃഷ്ണ അവബോധത്തിൽ വർത്തിക്കാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. സഹദേവനെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച ശേഷം അദ്ദേഹം അനാവശ്യമായിട്ട് ജരാസന്ധൻ തടവിൽ സമർപ്പിച്ചിരുന്ന രാജകുമാരന്മാരെയും മുഴുവൻ മോചിപ്പിക്കുകയും അവർക്ക് അവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ജരാസന്ധന്റെ മോക്ഷം എന്ന അധ്യായം 71-ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കപ്പെടുന്നത്. ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.